നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റക്കാരനായ ചെന്താമരയുടെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന ദിവസം ഇന്നറിയാം. അന്തിമ വിധി പുറപ്പെടുവിക്കുന്നതിന് മുൻപുള്ള കോടതി നടപടികൾ ഇന്ന് പൂർത്തിയാകും. വിധി പുറപ്പെടുവിക്കുന്നതിന് ദിവസം പാലക്കാട് അതിവേഗ കോടതി പ്രഖ്യാപിച്ചേക്കും. ജില്ലാ ജയിൽ ചെന്താമരയ്ക്ക് നൽകിയ കൗൺസിലിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ലീഗൽ അതോറിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് കോടതി പരിഗണിക്കും. കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ അന്തിമ വിധി പുറപ്പെടുവിക്കുന്ന ദിവസം ഇന്നറിയാം. 1.5 വർഷം നീണ്ട വാദത്തിനു ശേഷം കേസിലെ ഏക പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് തിങ്കളാഴ്ച കോടതി വിധിച്ചിരുന്നു. എന്ത് ശിക്ഷയാണ് പ്രതിയെ കാത്തിരിക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങൾ വിചാരണ കോടതിയായ പാലക്കാട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അതിവേഗ കോടതി പൂർത്തിയാക്കി വരുന്നു. ലഭിക്കാൻ പോകുന്ന ശിക്ഷകൾ സംബന്ധിച്ച് പ്രതിക്ക് ബോധവൽക്കരണം നൽകാനായി ജില്ലാ ലീഗൽ അതോറിറ്റിയെ കോടതി ചുമതലപ്പെടുത്തി. ചെന്താമരയെ പാർപ്പിച്ചിരിക്കുന്ന മലമ്പുഴ സബ് ജയിലിലെത്തി ലീഗൽ അതോറിറ്റി സെൽ പ്രതിനിധികൾ കൗൺസിലിംഗ് നൽകി. ലഭിക്കാൻ പോകുന്ന ശിക്ഷ അറിയുന്നതുവഴി പ്രതിക്ക് പശ്ചാത്തപിക്കാനുള്ള അവസാന ശ്രമമാണ് കൗൺസിലിംഗ്. തുടർന്ന് ലീഗൽ അതോറിറ്റി നൽകുന്ന റിപ്പോർട്ട് കോടതി പരിഗണിക്കും. റിപ്പോർട്ടിന്മേൽ പ്രതിഭാഗത്തിനോ പ്രോസിക്യൂഷനോ പറയാനുള്ളതും കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും അന്തിമവിധിയിലേക്ക് കടക്കുക. 2025 ജനുവരി 27 അയൽക്കാരായ സുധാകരനെയും അമ്മയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിന് 7 വർഷങ്ങൾക്ക് മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയെ കൊന്ന കേസിൽ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുകയാണ് ചെന്താമര. ജാമ്യത്തിലിറങ്ങിയാണ് ഇരട്ടക്കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന രീതിയിലാണ് പോലീസ് പ്രതി ചേർത്തതെന്ന് ചെന്താമരയുടെ അഭിഭാഷകന്റെ വാദം. കൊലപാതകം നടത്തിയതിന് ദൃക്സാക്ഷികളില്ല. നിരവധി സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെങ്കിൽ ദൃക്സാക്ഷി വേണമെന്ന സുപ്രീംകോടതി നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചെന്താമരയുടെ അഭിഭാഷകന്റെ വാദങ്ങൾ. എന്നാൽ ദൃക്സാക്ഷി കൂറുമാറിയതിനാലും സാഹചര്യ തെളിവുകൾ ശക്തമായതിനാലും വധശിക്ഷ വിധിക്കുന്നതിന് തടസ്സമില്ലെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. കൈരളി ന്യൂസ്, പാലക്കാട്.